നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഭീകരവാദം ഒഴികെയുള്ള കേസുകളിൽ വധശിക്ഷ എടുത്തുകളയണമെന്ന ശുപാർശയുമായി കേന്ദ്ര നിയമ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. വധശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് ഭീകരവാദ കേസുകൾ കുറയില്ല. വധശിക്ഷ ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്നും കമ്മീഷൻ അധ്യക്ഷൻ എ പി ഷാ വ്യക്തമാക്കി. എല്ലാ കുറ്റങ്ങൾക്കും വധശിക്ഷ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടായാണ് വധശിക്ഷ സംബന്ധിച്ച കേന്ദ്ര നിയമ കമ്മീഷന്റെ 262 റിപ്പോർട്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാവൂ എന്ന മാനദണ്ഡം തന്നെ ഏകപക്ഷീയവും വിവേചനപരവുമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാതാക്കൾ ആശങ്കയുയർത്തിയതുകൊണ്ടാണ് ഭീകരവാദ കേസുകളിൽ വധശിക്ഷ ആകാമെന്ന ശുപാർശ. എന്നാൽ ഭീകരവാദം കുറയ്ക്കാൻ വധശിക്ഷയിലൂടെ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് എ പി ഷാ പറഞ്ഞു. There is a serious doubt as to whether the death penalty has any deterring effect on terrorism. പരോൾ പോലും നൽകാതെ ജീവിതാവസാനം വരെ തടവിലടക്കുന്ന രീതികൾ വധശിക്ഷയ്ക്ക് പകരം നടപ്പാക്കാമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. അതേസമയം 9 അംഗ കമ്മീഷനിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയും നിയമനിർമ്മാണ വകുപ്പ് സെക്രട്ടറിയും ജസ്റ്റിസ് ഉഷാ മെഹ്റിയുമാണ് കമ്മീഷന്റെ ഭൂരിപക്ഷ അഭിപ്രായത്തോട് വിയോജിച്ചത്. സർക്കാർ പ്രതിനിധികൾ തന്നെ വിയോജിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ശുപാർശകൾ നടപ്പാക്കാൻ സാധ്യതയില്ല. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീ KVS ഹരിദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ജന്മഭൂമി മുൻ എഡിറ്റർ, MA ബേബി, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം, ഫക്രുദ്ദീൻ അലി, സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KVS ഹരിദാസ്, വധശിക്ഷ നിയമപരമായി അല്ലെങ്കിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒന്നല്ല, ഒന്ന്. രണ്ട്, അത് തെറ്റിപ്പോകാനിടയുള്ളതും ന്യായാധിപ കേന്ദ്രീകൃതവുമായ ശിക്ഷാവിധിയായി പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ജീവപര്യന്തം ശിക്ഷയേക്കാൾ ഏതെങ്കിലും തരത്തിൽ മഹനീയമായതോ അല്ലെങ്കിൽ മേന്മയേറിയതോ ആയതുമായ ശിക്ഷയല്ല എന്ന യുക്തിപരമായ വാദവും മുന്നോട്ട് വയ്ക്കുകയാണ് എ പി ഷാ കമ്മീഷൻ. ഇത് അംഗീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് തടസ്സമുണ്ടാകുമോ? ഈ വധശിക്ഷ എന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ ഇത് നിർത്തേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ വധശിക്ഷയുടെ കാര്യത്തിൽ ഒരു പിന്നോക്കം പോകാനുള്ള ചിന്താഗതിയെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇന്നുള്ള ഒരു കണക്ക് നമ്മൾ കണ്ടാൽ 1300-400 കഴിഞ്ഞ 2004 ശേഷം 10,300 പേരെ നമ്മൾ വധശിക്ഷയ്ക്ക് ഇന്ത്യയിൽ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എക്സിക്യൂഷൻ നടന്നത് 3-4 കേസുകളിൽ മാത്രമാണ്. അപ്പോൾ ഈ വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം സത്യത്തിൽ നമ്മുടെ നിയമം അനുസരിച്ച് റെയറസ്റ്റ് ഓഫ് റെയർ കേസസിലെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ മർഡർ കേസുകളിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മർഡർ കേസുകളിലും ഒക്കെ തന്നെ വധശിക്ഷ ഉണ്ടാകുന്നു. ഇവൻ നർക്കോട്ടിക് കേസുകളിൽ പോലും വധശിക്ഷ വിധിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് നമ്മുടെ ജുഡീഷ്യറിയുടെ പാകപ്പിഴ തന്നെയാണ്. കാരണം എന്താണ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്ന് അനലൈസ് ചെയ്യുന്നതിൽ ജുഡീഷ്യറിക്ക് വേണ്ടത്ര പ്രാപ്തിക്കുറവുണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് പലപ്പോഴും. അപ്പോൾ ഈ കേസുകളുടെ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആവശ്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഇന്ത്യയിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ ഗവൺമെൻറ്റും കോടതിയും ഒക്കെ തന്നെ തീരുമാനിക്കേണ്ട. കാരണം കോടതി തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വിധി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്താൽ പോലും ദാറ്റ് വിൽ ബി സബ്ജക്റ്റ് ടു ദ അപ്രൂവൽ ഓഫ് ദ കോർട്ട്. അപ്പോൾ സുപ്രീം കോടതി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. അതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ MA ബേബി, ഇക്കാര്യത്തിൽ വളരെ യുക്തിപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കമ്മീഷൻ ഈ ശിക്ഷ എന്തുകൊണ്ട് കാലഹരണപ്പെട്ടു പോയി എന്നത്. ഒപ്പം ഭരണഘടനാപരമായി പിഴവുണ്ട്, ഇതിൽ തെറ്റുപറ്റാനുള്ള സാധ്യതകളും ഒക്കെ തന്നെയും ആ കമ്മീഷൻ വളരെ ആധികാരികമായി ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വധശിക്ഷ ഇപ്പോൾ നിർത്തലാക്കേണ്ട ഒന്നല്ല എന്ന നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു സമീപകാല സംഭവങ്ങളിൽ നിന്ന്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ യുക്തിയും ഭരണഘടനാ സാധുതയും ഒക്കെ പരിശോധിച്ചതിലൊരു പുനർചിന്തനത്തിന് തയ്യാറാകുമെന്ന് കരുതുക വയ്യല്ലോ ഇപ്പോൾ കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് ഈ വിഷയം ചർച്ച ചെയ്യാം. ഇന്ത്യൻ പാർലമെന്റിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുപോകാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വധശിക്ഷ നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഒരു ചർച്ച ആവശ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചർച്ച, ആ ചർച്ച തന്നെ വധശിക്ഷ നിർത്തലാക്കാൻ വേണ്ടി IPC-യിലും CRPC-യിലും എല്ലാം ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുടെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷാ സമ്പ്രദായത്തിന്റെ അസ്വീകാര്യതയെക്കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ പാർലമെന്റിൽ ഒരു
വിശദമായ ചർച്ചയ്ക്ക് കൂടി വിധേയമാക്കുന്നതിനകത്ത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം പൊതുമണ്ഡലത്തിൽ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഞാനും ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ ദൃശ്യമാധ്യമത്തിലും അല്ലാതെയും പങ്കെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്റെ അഭിപ്രായം കുറച്ച് ദാർശനികം കൂടിയാണ്. കാരണം സമൂഹമാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്. വലുതും ചെറുതുമായ കുറ്റകൃത്യങ്ങൾ. അതുകൊണ്ട് ശിക്ഷയിലൂടെ മാത്രം തിരുത്താവുന്നതല്ല കുറ്റകൃത്യങ്ങൾ. ശിക്ഷ വേണ്ട എന്നല്ല, ശിക്ഷ വേണം. കുറ്റകൃത്യങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനകത്ത് സംശയമില്ല. പക്ഷെ വധശിക്ഷ കൊലപാതക കുറ്റമോ ക്രൂരമായ മറ്റ് ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങളോ ഒന്നും ഇല്ലാതാക്കാൻ പ്രയോജനപ്പെടുന്ന ഒരു ശിക്ഷാ സമ്പ്രദായമല്ല എന്ന് നമ്മൾ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഫക്രുദ്ദീൻ അലി. ഇക്കാര്യത്തിൽ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് റെയറസ്റ്റ് ഓഫ് റെയർ, അതായത് ഏറ്റവും അപൂർവമായ കേസുകളിൽ വധശിക്ഷ വിധിക്കാം എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വധശിക്ഷകൾ വിധിക്കുന്നത് എന്നതാണ്. ഒപ്പം തന്നെ കമ്മീഷൻ പറയുന്ന മറ്റൊന്ന്, ഇത് പൂർണ്ണമായും ന്യായാധിപ കേന്ദ്രീകൃതമാണ്, തെറ്റുപറ്റാൻ ഇടയുള്ള ഒന്നാണ്, ഇതിൽ പൂർണ്ണമായും നീതി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് വിശദമായ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതായത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ന്യായാധിപർ കണ്ടെത്തി പറഞ്ഞിട്ടുള്ള വധശിക്ഷകളിൽ പലതിലും നമുക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടാകാം, അത് വലിയ വീഴ്ചയായി കണ്ട് തിരുത്തണമെന്ന വളരെ ഗൗരവതരമായ ഒരു കണ്ടെത്തൽ കൂടി ആ റിപ്പോർട്ടിലുണ്ട് എന്ന് കാണുന്നുണ്ടോ? ഈ തത്വത്തിൽ ഇന്ത്യയുടെ ഒരു പരിസരത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കമ്മീഷന്റെ ഈ ഒരു തരത്തിലുള്ള വിലയിരുത്തലും ഈ ഒരു തരത്തിലുള്ള വധശിക്ഷ ചില കേസുകൾ മാത്രമേ ഒതുക്കി നിർത്താനെങ്കിലും തയ്യാറായത് സ്വാഗതാർഹമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് ആളുകളും ഉത്തരേന്ത്യയിലൊക്കെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ്, ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഈ രീതിയിൽ ചിന്തിക്കുന്നല്ലാതെ ഇന്ത്യയുടെ ഒരു ജനസാമാന്യം വധശിക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യയിൽ ജനാധിപത്യം തന്നെ അടുത്ത് ലോക്നീതി നടത്തിയ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ ഒരു സ്റ്റഡിയിൽ ഇന്ത്യയിൽ ജനാധിപത്യം വരെ അഭികാമ്യമാണ് എന്ന് വിശ്വസിച്ച് 50% മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നമ്മൾ ഇന്ത്യയുടെ ലാർജർ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും സ്വാഗതാർഹമായ ഒരു തീരുമാനം തന്നെയാണത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം, കോടതിക്ക് തെറ്റ് പറ്റിയതാ, അതൊക്കെ ശരിയാണ്. കാരണം പലപ്പോഴും പബ്ലിക് സെന്റിമെന്റ്സ്, പൊതു വികാരമാണ് കോടതിയെ കൊണ്ട് പല തീരുമാനങ്ങളും എടുപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ സൗമ്യയുടെ വധം, ഗോവിന്ദാചാമിയെ ആ സമയത്ത് എന്റെ മുന്നിൽ കിട്ടിയിരുന്ന ഞാൻ പോലും വെടിവെച്ചു കൊല്ലായിരുന്നു. അജ്മൽ കസവിനെ എന്റെ മുന്നിൽ കിട്ടിയ ഞാൻ വെടിവെച്ചു കൊല്ലുക. പക്ഷെ ഞാൻ ഇതിനൊക്കെ എതിരാണ്. ആ സമയത്തുള്ള ആ ഒരു പബ്ലിക് സെന്റിമെന്റ്സ് അത് മീഡിയ വഴിയാണ് പൊതുവെ കോടതിയിൽ എത്തുന്നത്. ജസീക ലാൽ കേസിലൊക്കെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരം പബ്ലിക് സെന്റിമെന്റ്സിനെ മറികടക്കാൻ കോടതിക്ക് പറ്റും. കോടതി വിവേകത്തിൻ്റെതായ ഒരു വഴിയാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. ഇപ്പം അമേരിക്ക തന്നെ ഒരു ക്ലാസിക്കൽ കേസ് നമ്മൾ എടുത്തു നോക്കിയ ഒരു കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു ബ്ലാക്ക്, ആ ചെറുപ്പക്കാർ 20 വർഷക്കാലം ജയിലിൽ കിടന്നതിന് ശേഷം പിന്നെ അയാൾ അല്ല കൊലപാതകം ചെയ്തെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ കെന്നഡി ആര് കൊന്നുവെന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിലെല്ലാം കോടതി കൃത്യമായ ഈ കമ്മീഷൻ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വധശിക്ഷ ഒഴിവാക്കേണ്ട, തൽക്കാലം അത് നിന്നോട്ടെ എന്ന് കമ്മീഷൻ പറയുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി കണ്ടത് ഭീകരവാദം ഒരു ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റികളെ മേൽ മാത്രം ആരോപിക്കപ്പെടുകയും ഇതുവരെ ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട മൈനോറിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. അതിൽ അജ്മൽ കസമിനെ തൂക്കിക്കൊല്ലല്ലേ വേണ്ടത്, അതിലപ്പുറത്ത് ക്രൂരമായ എന്തെങ്കിലും ശിക്ഷാവിധി ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെ ഞാൻ. അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിലാണെങ്കിലും അഫ്സൽ ഗുരു സമുദായ പരിഗണന കൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ശ്രീ കെ വി എസ് ഹരിദാസ്, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ ഈ വധശിക്ഷ പോലെയുള്ള കാര്യങ്ങളെ കാലോചിതമായി നമ്മൾ പരിഷ്കരിക്കണം അല്ലെങ്കിൽ ശിക്ഷാവിധികളെയൊക്കെ മാറ്റി എടുക്കണം എന്ന അഭിപ്രായമുള്ളപ്പോഴും ഇന്ത്യയിലെ പൊതുജന സാമാന്യം എന്ന് പറയുന്നത് ഇത്തരം കടുത്ത കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ തന്നെ നൽകണം. ഇപ്പോൾ യാക്കൂബ് മേമൻ്റെ കാര്യത്തിലാണ് വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചർച്ച വരുന്നത്. ആ ഘട്ടത്തിലും ബഹുഭൂരിപക്ഷം ആളുകളും എന്തുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് നിങ്ങൾ എതിർക്കുന്നു എന്ന് ചോദിച്ചു വന്നവരും അയാളെ കൊല്ലുക തന്നെ വേണമെന്ന് നിലപാടെടുത്തവരുമാണ്. അത്തരം ജനങ്ങളുടെ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിൻ്റെ ഈ താല്പര്യം സർക്കാരിന് യുക്തിപരമായ അല്ലെങ്കിൽ കാലോചിതമായ തീരുമാനമെടുക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്ന് കാണുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഈ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് നിഷേധം അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഇന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാട് വധശിക്ഷ വേണമെന്നുള്ളത് തന്നെ. കാരണം ഇന്ത്യയുടെ നിയമം അതാണ് അനുശാസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു തരത്തിൽ ആ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ നിലപാടെടുക്കാനോ കഴിഞ്ഞേക്കില്ല. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ലോ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകൾക്ക് സാധാരണ നിലയിൽ എല്ലാ ഗവൺമെൻറ്റുകളും വേണ്ടതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന
ജസ്റ്റിസ് ഷായാണ് അതിൻ്റെ ചെയർമാനായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്കിപ്പോൾ ടെററിസം പോലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് വേണം എന്നുള്ള ഒരു സ്റ്റാൻഡാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. നരേന്ദ്രമോദിയുടെ ആദ്യകാലം മുതലുള്ള ഒരു സ്റ്റാൻഡ് അത് തന്നെയാണ്. കാരണം ടെററിസത്തെ എത്ര രൂക്ഷമായിട്ടാണോ നേരിടാൻ പറ്റുക ആ നിലയിൽ തന്നെ വേണം. പിന്നെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ കാണുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജീവപര്യന്തം കൊടുത്താൽ മതി. ഇപ്പോൾ ശ്രീ MABBയ്ക്കൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ കഴിയും. കാരണം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്ന പലരും പല കാരണങ്ങൾ കൊണ്ട് തന്നെ 5, 6, 7, 8 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഇന്ത്യയിലുണ്ട്. രാഷ്ട്രീയമായ തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി കർക്കശ ബുദ്ധിയോടെ നടപ്പിലാക്കുകയും വേണം. പക്ഷേ MABB ഇക്കാര്യത്തിൽ ഷാ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം തൽക്കാലം ഭീകരവാദ കേസുകളിൽ മാത്രമായി വധശിക്ഷ പരിമിതപ്പെടുത്തുക, പിന്നീട് ഭാവിയിൽ അതും എടുത്തു കളയുക എന്നതാണ്. അതായത് ഭീകരവാദ കേസുകളിൽ വധശിക്ഷ നിലനിർത്താനുള്ള അനുവാദം അല്ലെങ്കിൽ ആ അനുകൂല ശുപാർശ ഷാ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എന്നതാണ്. നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞത് പ്രകാരം ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വധശിക്ഷ വിധിക്കുകയും അത് വേഗം നടപ്പിലാക്കാൻ തിടുക്കം കാട്ടുകയും ചെയ്തതാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുള്ളത്. അവിടെ വലിയ വിവേചനമുണ്ടെന്ന് ഇപ്പോൾ പ്രകാശ് കാരാട്ട് പോലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സത്യത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്ത് നടത്തിക്കൊള്ളൂ എന്നാണോ പറയുന്നത്, അവിടെ വലിയ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ടോ? ഇവിടെ ആദ്യമായി പറയാനുള്ളത്, ജീവപര്യന്തം ശിക്ഷ അത് പിന്നീട് ലഘൂകരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ട് അതിന് പകരം നടപ്പാക്കേണ്ട ജീവപര്യന്തം 24 25 വർഷം തടവിലിടുന്നതല്ല. ഈ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെടുന്നവർ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണെന്ന് ഇപ്പോൾ നമ്മൾ ശരിയായ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ശിക്ഷാ സമ്പ്രദായ പ്രകാരം തീരുമാനം കൈക്കൊള്ളുന്ന കേസുകൾ, അത്തരം കേസുകളിലെ കടുത്ത കുറ്റങ്ങൾ ചെയ്ത പ്രതികളെ അവരുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള സമ്പൂർണ്ണ ജീവപര്യന്തം, പരോൾ നൽകാത്ത ജീവപര്യന്തം, അത് നടപ്പാക്കണം എന്നുള്ളതാണ് നിർദ്ദേശിക്കാനുള്ളത്. രണ്ടാമത്, തീവ്രവാദ കേസുകളിൽ ഭീകരവാദ കേസുകൾ വധശിക്ഷയാകാമെന്ന് പറഞ്ഞാൽ ഏതാണ് ഭീകരവാദ കേസ് എന്നുള്ളതിന്റെ നിർവചനം അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഭീകരവാദ കേസുകൾ ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതി ഇന്ത്യയിലുണ്ട്. പിന്നെ എത്രയോ കേസുകളിൽ ഭൂരിപക്ഷ മതത്തിന്റെ പേരിലുള്ള ഭീകരവാദ പ്രവർത്തകർ അവർ രക്ഷപ്പെടുന്നു. ഇത് ഗുജറാത്തിൽ നടന്ന ആയിരക്കണക്കിന് പേരെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഭീകരവാദ കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റുമോ? അതോ ഭീകരവാദ കുറ്റകൃത്യമല്ല എന്നാണോ പറയേണ്ടി വരിക? അങ്ങനെ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾ ആരെന്നെല്ലാം അന്വേഷിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ ഉയർന്ന ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നവർക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക തരത്തിൽ അന്വേഷണം നടന്നതുകൊണ്ട് മാത്രമാണ് അവർ നിയമക്കുരുക്കിൽപ്പെടാതെ തൽക്കാലം. ഹരിദാസ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വിഷയത്തിൽ ഭീകരവാദ കേസുകളോട് കേന്ദ്ര സർക്കാരിനുള്ള ഏറ്റവും കർക്കശമായ നിലപാടിനെ കുറിച്ച് താങ്കൾ പറയുന്നു. ഭീകരവാദ കേസുകളിൽ അപൂർവമായി കണ്ടെത്തുന്നവയ്ക്ക് വധശിക്ഷ തൽക്കാലം നൽകാമെന്ന് AP ഷാ കമ്മീഷനും ചൂണ്ടിക്കാണിക്കുന്നു. വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവേചനം ഉണ്ടായിട്ടുണ്ടെന്നും 10 ആണ്ടിനിടെ ഇവിടെ നടപ്പിലാക്കിയ എല്ലാ വധശിക്ഷയും ന്യൂനപക്ഷ അംഗങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു എന്നുള്ള വിമർശനം വലിയ തോതിൽ ഉയർന്നു വരികയും അതിൻ്റെ പരിണിതഫലം എന്നോണം ഈ റിപ്പോർട്ട് വരികയും ചെയ്യുകയാണ്. ഈ റിപ്പോർട്ടിലും പക്ഷേ തീവ്രവാദ കേസുകളിൽ വധശിക്ഷ നിലനിർത്തുന്നത് വഴി അത്തരം അപകട സാധ്യതകളെ വീണ്ടും അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നില്ലേ? അല്ല, അതിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. 1947 ശേഷം ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടുള്ള 1342 പേര് ഹിന്ദുക്കളാണ്. 72 പേര് മാത്രമേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുള്ളൂ. അതായത് 1947 ശേഷം ഇന്ത്യയിൽ ഇതുവരെയുള്ള ഒരു കണക്കാണ്. ഇന്ത്യൻ എക്സ്പ്രസ് 2015 ജൂലൈ 26 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കാരണം വസ്തുതാപരമായ റിപ്പോർട്ടാണ്. അപ്പോൾ മുസ്ലിംസിനെ മാത്രമാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് എന്നൊരു തോന്നൽ ശരിയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തൂക്കിക്കൊല ചെയ്യപ്പെട്ട 4 പേരും മുസ്ലിംസായിരുന്നു. അത് ശരി. ആ 4 പേരിൽ 3 പേരും ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു കണക്കെടുത്താൽ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത തന്നെയാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് തന്നെ.
പക്ഷേ കേസുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ ബേബിയൊക്കെ സൂചിപ്പിച്ചതുപോലെ കേസുകളുടെ കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതികൾ പലപ്പോഴും കാരിയിലാണ് ഓരോ വാർത്തകളുടെ അടിസ്ഥാനത്തിലും പുറത്തുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അടിസ്ഥാനപ്പെടുത്തി പലരും പല തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരായി തീരുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അത് കോടതി തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത്. പ്രോസിക്യൂട്ടർമാർക്ക് ഒരു ശീലമുണ്ട്. ഇപ്പോൾ റേപ്പ് കേസ് വന്നാൽ പോലും അവസാനം ശിക്ഷ എന്താ വേണ്ടതെന്നുള്ള കോടതിയിൽ വിചാരണ വരുമ്പോൾ അവന് തൂക്കിക്കൊല്ലാനുള്ള മാക്സിമം പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂട്ടർമാർ ഉന്നയിക്കുന്നത്. കാരണം ഇതൊക്കെ ഇക്കാര്യത്തിൽ ഭീകരവാദത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നത് പ്രത്യേകമായി പരിശോധിച്ചാൽ അവിടെ താങ്കൾ പറഞ്ഞതുപോലെ വീണ്ടും ഭീകരവാദികൾ ആരാണ് എന്ന് നിർണ്ണയിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇവിടെ ഉയർന്നു വരാൻ പോകുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്, കെ വി എസ് ഹരിദാസ് ചൂണ്ടിക്കാട്ടുന്ന പ്രകാരം വലിയ തോതിൽ കണക്കുകൾ ആഴത്തിൽ പരിശോധിച്ചാൽ കൂടുതലും ഹിന്ദുക്കളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നത് കാണാം. ഈ 10 ആണ്ടിൻ്റെ കണക്കിന് അപ്പുറത്തേക്ക് പോയാലെന്ന്. അതിൽ തന്നെയും ഹിന്ദു സമുദായത്തിലെ ദലിതരായ ആളുകളെയാണ് മഹാഭൂരിപക്ഷവും ഈ തരത്തിൽ കേസ് നടത്താൻ കഴിയാത്തവരോ സാമൂഹികമായി പിൻബലമില്ലാത്തവരോ ആയ ആളുകളെയാണ് ഈ തരത്തിൽ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് ഔട്ട്ലുക്കിൻ്റെ തന്നെ ഒരു പരിശോധനയിൽ സർവേയിൽ അവർ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള കാര്യവുമാണ്. ആ നിലയ്ക്ക് പരിശോധിച്ചാൽ ഈ നീതിപീഠങ്ങളുടെ ആ സമയത്തെ അവരുടെ തോന്നലുകൾ അല്ലെങ്കിൽ പൊതുസാഹചര്യം അവരെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ എപ്പോഴും വധശിക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കടന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഭീകരവാദത്തിന് ഇളവ് കൊടുക്കുന്നത് വഴി അത് പിന്നെയും യഥാർത്ഥ അപകടം നിലനിർത്തിക്കൊണ്ടു പോകുന്നുവെന്ന് കാണുകയും ചെയ്യാം. തീർച്ചയായും ആദരണീയനായ ഹരിചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു 60 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ് തൂക്കിലേറ്റപ്പെട്ടെന്ന കാര്യത്തിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷേ നമ്മൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിഷാദ് പറഞ്ഞ കാര്യം തന്നെ, അതിൽ മഹാഭൂരിപക്ഷം OBC ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും സാമ്പത്തികമായി ബ്രാഹ്മൺസും ഉണ്ട്, പക്ഷേ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഡിസൈ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത ഇംഗ്ലീഷ് ചിന്തകൻ, നിയമകാര്യ വിദഗ്ധൻ കൂടി, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, വെളുത്ത തൊലിയുള്ളവർ ജയിലിൽ പൊതുവെ കുറവാണ്. വെളുത്ത തൊലിയുള്ള അദ്ദേഹം ഉദ്ദേശിച്ച് റൂളിംഗ് ക്ലാസ് പെട്ട ആളുകളാണ്. അല്ല, അവർക്ക് പലപ്പോഴും ഇപ്പം നന്ദയുടെ BMW കേസ് തന്നെ നന്ദയുടെ മകന് വധശിക്ഷ കിട്ടിയിട്ടില്ല, അവൻ ജീവപര്യന്തം മറ്റോ കിട്ടി, അവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഉപഹാർ കേസിൽ റീസെൻ്റ് 1 വർഷം മാത്രമാണ് ആ തിയേറ്റർ ഉടമകൾ ജയിലിൽ കിടന്നുള്ളൂ, ഇപ്പോൾ അവരെ വെറുതെ വിടുകയുണ്ടായി. അങ്ങനെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ മുന്നിൽ ഈ ഒരു വലിയൊരു പ്രോബ്ലമാണ്. അവരുടെ മുന്നിലെത്തി കൃത്യമായി നടത്തപ്പെട്ട കേസുകൾ എക്സിക്യൂട്ടീവ് പോലീസ് കൊണ്ടുചെന്ന് അവരെ മുന്നിൽ അവതരിപ്പിക്കുന്ന കേസുകളുടെ സ്വഭാവം അനുസരിച്ചാണ് വിധി കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫ്രെയിം വർക്കിന് പുറത്ത് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കോടതിയുടെ മുന്നിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി പലപ്പോഴും ഇത്തരം ശിക്ഷകൾ കൊടുക്കുമ്പോൾ അത് വധശിക്ഷയാകുമ്പോൾ തിരുത്താൻ പറ്റാതെ തെറ്റായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. പിന്നെ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കി, അവിടെയാണ് അതുവരെ കമ്മ്യൂണലിസ്റ്റ് ഇന്ത്യയിൽ അല്ലെ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ എന്താ പറയുക പോർട്ട് ഓഫ് ഫാസിസം അത്ര ശക്തമായിരുന്നില്ല. അതിനുശേഷമുള്ള കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ മൈനോറിറ്റീസ് ഈ രീതിയിൽ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ അഫ്സൽ ഗുരുവിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ, പക്ഷേ യാക്കൂബ് ചുരുങ്ങിയതൊരു അയാളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അയാളെ തൂക്കിക്കൊന്നില്ല, ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴായിരുന്നു. മാത്രമല്ല അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഇന്ത്യ ഗവൺമെൻറ്റിന്, ഈ പാകിസ്ഥാനും ടെററിസ്റ്റുകളും തമ്മിൽ ലിങ്ക് കണ്ടെത്താന്ന് പറഞ്ഞത് IB ചീഫായിരുന്ന രാമൻ തന്നെയാണ്. അതുകൊണ്ട് അയാളൊക്കെ ഒരു മാപ്പുസാക്ഷി ആകാമായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ അയാളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അയാളെ തൂക്കിക്കൊല്ലും. ഇവിടെ ഓൾറെഡി മൗലികവാദികളായുള്ള ആളുകൾക്ക്, സെക്യുലർ മുസ്ലിംസിനെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യ എന്ന ഹിന്ദുക്കളുടെ രാജ്യമെന്ന് അവർക്ക് വാദിച്ച് ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത്. ഇങ്ങനെ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഉണ്ടാകുന്ന വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം മതത്തിൻ്റെ ജാതിയുടെ പേര് ഭിന്നിച്ച് ആഫ്രിക്ക പോലെ പരസ്പരം അടിച്ച് ഇല്ലാതാവുന്ന നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കരുതലോടെ കൂടി നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും നിലവിലുള്ള വധശിക്ഷ കൊടുത്തേ മതിയാവുന്നുള്ള ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ, അത് മാറ്റിക്കൊണ്ട് വധശിക്ഷ പ്രാകൃതമാണ്, അത് നമുക്ക് മാറ്റി നിർത്തിയിട്ട് ബേബി പറഞ്ഞ പോലെ ആജീവനാന്തം തടവ് ശിക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക് മാറണം. അതാണ് നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർക്ക് വലിയ പ്രചാരണായുധമാക്കുകയും അക്കാര്യത്തിൽ കർക്കശ നിലപാടെടുക്കുന്നുവെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട അത്യാവശ്യമുള്ളതുമായ ഒരു സർക്കാരാണ് എന്നതോർക്കണം. അപ്പോൾ തീവ്രവാദ കേസുകളോട് ഏതെങ്കിലും തരത്തിൽ മയപ്പെട്ടു പോകുന്നു എന്ന സമീപനം അവർക്ക് എടുക്കുക അസാധ്യമാണ്. പൊതുജന സമ്മതി അക്കാര്യത്തിൽ ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് ഭാവിയിൽ തീവ്രവാദത്തിനും നമുക്ക് വധശിക്ഷ ഒഴിവാക്കി കളയാമെന്നൊരു റിപ്പോർട്ട് അംഗീകരിക്കുക അത്തരമൊരു അജണ്ടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക്, അവരുടെ സർക്കാരിന് സാധ്യമാണോ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റും നരേന്ദ്രമോദിയും തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉപരിപ്ലവമായി പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതീതി, ഞങ്ങൾ വളരെ കരുത്തുള്ള ഒരു ഗവൺമെന്റാണ്, ഞങ്ങൾ ശക്തമായ നടപടികൾ എടുക്കും, തീവ്രവാദത്തോട് ഒരിഞ്ചും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, ഇങ്ങനെയെല്ലാം ഈ മസിൽ പിടിച്ച് ഞങ്ങളെന്തോ വലിയ ഇന്ത്യയുടെ വലിയ കരുത്തിന്റെ പ്രതീകമായിട്ടൊരു ഗവൺമെന്റാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമം ഈ രാജ്യത്തിന് ആപത്ത് വിളിച്ചു വരുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവുമായി ചേർത്ത് വെച്ച് കാണുമ്പോഴും
പാകിസ്ഥാന്റെ മുമ്പിൽ അവിടെ അതിർത്തിയിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി മപ്പടിച്ച് ഞങ്ങൾ പാകിസ്ഥാനെ ശരിപ്പെടുത്തി എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമവും മോഡി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുമാണ് നഷ്ടം. അതുപോലെ തന്നെയാണ് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോടതി വിധികൾ ഉണ്ടാകുന്നത് 75% സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ്. വലിയ ഫീസ് കൊടുത്ത് വമ്പന്മാരായ വക്കീലന്മാരെ വെച്ച് കേസ് വാദിക്കാൻ കഴിയാത്തവരാണ് കേസുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതെന്നുള്ള പഠനങ്ങൾ, അതിന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 75% അത്തരക്കാരാണ്. നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ അത് ശരിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാകൃതമായ വധശിക്ഷ എന്ന ശിക്ഷാ സമ്പ്രദായം തന്നെ മറ്റ് ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയിലും വേണ്ടെന്ന് വെക്കുക, വലിയ കൊടും കുറ്റം ചെയ്തവരെ പുറത്തുവിടാതെ ജീവിതകാലം മുഴുവൻ ജയിലിലിട്ട് അവരെ റിഫോം ചെയ്യാനും അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് കൃഷി ചെയ്യിച്ചും നൂല് നൂറ്റും വസ്ത്രം നെയ്തും അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം, അവരുടെ തെറ്റ് തിരുത്താനുള്ള ശ്രമം. ശ്രീ KVS ഹരിദാസ്, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് എന്തായാലും ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. വളരെ യുക്തിപരമായ കുറേ നിർദ്ദേശങ്ങൾ, ഭരണഘടനാപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റിപ്പോർട്ട് എന്ന നിലയ്ക്ക് സർക്കാർ എങ്ങനെ സമീപിക്കാനാണ് സാധ്യത? ഇനി അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഒരു ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പൊതുസാഹചര്യം എങ്ങനെയായിരിക്കും ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കുക? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നതെങ്കിൽ ഈ റിപ്പോർട്ട് തള്ളുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് കാണാം. ഈ ലോ കമ്മീഷൻ റിപ്പോർട്ട് ഏതായാലും ഗവൺമെൻറ് മുമ്പിൽ എത്താൻ പോവാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് ഒരു സമൂഹത്തിലൊരു വലിയ ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കുമായിരിക്കും. കാരണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ ടെററിസത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ശക്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിൽ എൻ്റെ ഒരു വിലയിരുത്തൽ, ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് സമൂഹത്തിൻ്റെ ഒരു വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സമൂഹത്തിലൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിന് വഴിയൊരുക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ശ്രീ ബേബിയൊക്കെ സൂചിപ്പിച്ച പോലെ പാർലമെൻറ്റിലും ചർച്ചയാവാം. എന്തുകൊണ്ടായിക്കൂടാ? കാരണം പാർലമെൻറ്റിലും ചർച്ച ചെയ്യട്ടെ ഈ പ്രശ്നം. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് പാർലമെൻറ്റിൽ യാതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിൽ എംപിമാർ തയ്യാറാവുകയാണെങ്കിൽ അത് ഒരു എൻലൈറ്റനിങ് ആണ്. രാജ്യത്തിന് മുഴുവൻ എൻലൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് അത് മാറും. അതിനുള്ള അവസരം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു ശിക്ഷാരീതി എല്ലാത്തിലും അടിച്ചേൽപ്പിക്കണം, എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കണം എന്നൊന്നും ഒരു ഗവൺമെൻറ്റും ചിന്തിക്കാൻ സാധ്യതയില്ല. ഞാൻ ഇപ്പോൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. കാരണം ഇത്തരം കാര്യങ്ങളിൽ ജുഡീഷ്യറിയും കുറച്ചുകൂടി ഒരു കർക്കശമായ നിലപാട് ജുഡീഷ്യറിയും സ്വീകരിക്കണം. കാരണം ദെയറസ്റ്റ് ഓഫ് റെയർ എന്നുള്ളതിനൊരു വ്യക്തമായ നിർവചനം അത് ജുഡീഷ്യറി കണ്ടെത്തണം. സുപ്രീം കോടതിയിലെ ചില റൂളിങ്സ് ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ലോവർ കോർട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്, സെഷൻസ് കോർട്ടിലൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും ആരും വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നാർക്കോട്ടിക് കേസുകളിൽ പോലും തൂക്കിക്കൊല്ലണം എന്ന് വിധിക്കുന്ന ജഡ്ജിമാർ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നത് ഗൗരവത്തിൽ തന്നെ കാണേണ്ട കാര്യമാണ്. അതാണ്. നന്ദി ശ്രീ KVS ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ഫക്രുദ്ദീൻ അലി, MA ബേബി, എല്ലാവർക്കും നന്ദി.